അജുവിന് ബോളോണ്ടൊരു ഏറ് കിട്ടി. അപ്പോൾ അതിന് പകരം പിന്നെ സ്ക്രിപ്റ്റ് റൈറ്റർ കൊണ്ടുവന്നൊരു ഐഡിയ ആണ്, അടുത്ത സീനിൽ ഹരീഷ് ഏറ് കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് വലിയൊരു പുതപ്പ്, ഒരു ബെഡ്ഷീറ്റ് തലയിൽ മൊത്തം ചുറ്റിയിട്ട് ക്രിക്കറ്റ് കളിക്കാൻ നിൽക്കുന്നത്. ഞാൻ പറഞ്ഞത് ഞാൻ ചെയ്യൂല. അപ്പോൾ എന്ത് ഞാൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ ഹെൽമെറ്റ് ഉണ്ട്, ഞാൻ സ്കൂട്ടറിലാവുന്ന ഹെൽമെറ്റ് ഇട്ടാൽ പോരെ. എല്ലാവരും എൻ്റെ അച്ഛൻ്റെ അതേപോലെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അച്ഛൻ അതേ സിറ്റുവേഷനാണ് ഹരീഷ് കണാരനായിട്ട് അവതരിപ്പിച്ചതെന്നാണ്. അതിൽ ഞാൻ ഉപയോഗിച്ച മറ്റേ മൂത്രം ഒഴിച്ച് തണുപ്പുകൊണ്ട് മൂത്രം ഇങ്ങനെ വടിമാരി നിൽക്കും, എന്നിട്ട് ഇങ്ങനെ പൊട്ടിച്ചു കൊടുക്കും. അത് എൻ്റെ അച്ഛൻ പറഞ്ഞ തമാശയാണ്. അത് നിർമ്മലാണ് ഈ ഒരു സംഭവം പറഞ്ഞത്. എൻ്റെ നാട്ടിൽ ഇങ്ങനെ ഒരു പ്രതിഷേധ പ്രകടനം പോയിണ്ടായി, അതിനെ പറ്റി പറഞ്ഞാൽ അത് പറഞ്ഞപ്പോൾ ഞങ്ങളത് ചെയ്ത് നോക്കിയപ്പോൾ അതിങ്ങനെ അതിന് കുറച്ച് ഡയലോഗ്സ്, എൻ്റെ അമ്മ കുറച്ചൊരു വെള്ളപ്പം ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ, നമ്മൾ നാളെയും കാണണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് സംഭവങ്ങൾ കൊടുത്തപ്പം ഞങ്ങൾ തോറ്റ കാരണം അയാൾക്ക് സഹിക്കാൻ പറ്റില്ല. ഒരു റീച്ചിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു ഇതുണ്ട്, ഹരീഷ് കണാരൻ അന്തരിച്ചു എന്ന് പറഞ്ഞിട്ടൊരു സാധനം വന്നിട്ടുണ്ട്. എന്നിട്ട് അത് ഓപ്പൺ ചെയ്താൽ ബാഹുബലിയിലെ ഒരു ആൾ മരിച്ചില്ല, ഹരീഷ്, അതാണ് വരുന്നത്. പക്ഷേ ഇത് കൊടുത്തത് എൻ്റെ ഫോട്ടോ വെച്ചിട്ട് ഹരീഷ് കണാരൻ അന്തരിച്ചു എന്ന് പറഞ്ഞിട്ടാണ്. ഞാൻ അമ്മ സംഘടനയിൽ നിന്ന് രാജിവെച്ച് പോകുന്നതിന് ശേഷവും മോഹൻലാൽ എന്ന വലിയ നടൻ്റെ കൂടെ 2 സിനിമ ചെയ്തു, പ്രധാന വില്ലൻ കഥാപാത്രമായിട്ട്. അത് അദ്ദേഹത്തിന് പറഞ്ഞാൽ പോരെ, ഞാൻ അറിയും കൂടിയില്ല ഏത് ഹരീഷ് ഒന്ന് മാറ്റിയേ കിട്ടുമെന്ന് പറയില്ല, അദ്ദേഹം അത് പറയില്ല. അതാണ് കാഴ്ചപ്പാടെന്ന് പറയുന്നത്. അത്തരം കാഴ്ചപ്പാടുള്ളത് കൊണ്ടാണ് അയാളൊരു സൂപ്പർ താരം മാത്രമല്ല ഒരു സൂപ്പർ മനുഷ്യനും കൂടി ആകുന്നത് എടുത്തെടുത്ത് പറയുന്നത്. ഞാൻ സമയത്തിന് വരില്ല, വൈകുന്നേരം എനിക്ക് പിന്നെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞാൽ എറണാകുളത്ത് നിന്ന് ഞാൻ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കും. ഇത് ഒരു 20 ലക്ഷം എന്ന് പറഞ്ഞാൽ 20 ലക്ഷം ഞാൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ 9 വരെ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസയാണ്, വെറുതെ കിട്ടിയ പൈസയല്ല. മധുരക്കണക്കുകളുമായിട്ട് ഹരീഷ് പേരടിയൻ, ഹരീഷ് കണാരൻ വീഡിയോയോടൊപ്പം സ്വാഗതം. നമസ്കാരം. മധുരക്കണക്ക് എത്താണ്, ഇപ്പോൾ നിർമ്മാതാവായിക്കൂടെ മറ്റു വേഷങ്ങളിലേക്ക് മാറുകയാണ്. മധുരക്കണക്കിൽ ഏറ്റവും സ്ട്രൈക്ക് ചെയ്തത് എന്താ, നിങ്ങളെ രണ്ടുപേരും ഇതിലേക്ക് കൊണ്ടുവന്നത് എന്താണ്? മധുരക്കണക്ക് ഈ ഒരു കോവിഡ് കാലത്തിൻ്റെ അന്ത്യഘട്ടത്തിലായിരുന്നു ശാന്തകുമാർ എന്നോട് ഈ കഥ ഫോണിലൂടെയായിരുന്നു പറയുന്നത്, പരസ്പരം കാണാൻ പറ്റാത്തൊരു സമയത്ത്. അപ്പോൾ എനിക്കത് കഥ ഭയങ്കര ഇഷ്ടപ്പെട്ടപ്പം അത് വർക്കൗട്ട് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ സാധനം അത് എഴുതി പൂർത്തിയാക്കുന്നത്. അങ്ങനെ അതിൻ്റെ ഒരുപാട് ഡിസ്കഷനിലേക്ക് വന്നു. ശ്യാം അതിലേക്ക് എത്തിച്ചേരുന്നു. ശ്യാമിന് 10-30 വർഷമായിട്ട് സിനിമയിലുള്ള ആളാണ് ശ്യാമെങ്കിൽ പോലും ശ്യാമിനെ ഒരു സംവിധായകൻ എന്ന വേഷമണിയിക്കുന്ന സിനിമയും കൂടെയാണ് മധുരക്കണക്ക്. അങ്ങനെ എല്ലാം കൊണ്ടും നല്ലൊരു പ്രത്യേകത ഉള്ളൊരു സിനിമയായിരുന്നു. അപ്പോഴാണ് ശാന്തൻ നമ്മളെ വിട്ട് പിരിഞ്ഞ് പോയത് പെട്ടെന്ന്. അപ്പം അതിൻ്റെ ഒരു വേദന നമുക്കൊക്കെ വല്ലാതെ ഉണ്ടായിരുന്നു. കാരണം സത്യം പറയുകയാണെങ്കിൽ മധുരക്കണക്കിൻ്റെ അവസാനത്തെ ക്ലൈമാക്സ് ഒക്കെ ശരിക്കും മരണക്കടക്കയിൽ നിന്ന് തന്നെ എഴുതിയെന്ന് അതിശയോക്തി ഇല്ലാതെ നമുക്ക് പറയാൻ വേണമെങ്കിൽ അങ്ങനെയുള്ള ഡിസ്കഷനിലൂടെയൊക്കെ ആയിരുന്നു അത് മുന്നോട്ട് പോയിരുന്നത്. അപ്പോൾ അതേതായാലും നമുക്കൊരു 2 ഷെഡ്യൂളായിട്ട് അത് പൂർത്തിയാക്കാൻ പറ്റി. ഇപ്പോൾ ഞാനതൊരു നിർമ്മാതാവിൻ്റെ 2ാമത്തെ സിനിമയാണത് നിർമ്മാതാവുന്ന. അങ്ങനെ വളരെ ബോധപൂർവ്വം അതിലേക്ക് വന്നതല്ല എങ്കിൽ പോലും എൻ്റെ സുഹൃത്തായ നസീറായിരുന്നു ആദ്യത്തിലേക്ക് വന്നത്. പിന്നെ നസീറിന് ചെറിയ ബുദ്ധിമുട്ടുകൾ വന്നപ്പോൾ ഞാൻ അതിലേക്ക് നിർമ്മാതാവായി മാറുകയായിരുന്നു. അങ്ങനെയൊക്കെയാണ് അതിലേക്ക്. പിന്നെ അതിൽ ഇവരെ പോലുള്ള എല്ലാ നടീനടന്മാരും എത്തി. ഇന്ദ്രൻ സേട്ടൻ, ഹരീഷ് കണാരൻ, നമ്മുടെ നിർമ്മൽ പാലാഴി, നിഷ, നാമിന, സനൂജ, സെന്തിൽ കൃഷ്ണ, അങ്ങനെ ഒരുപാട് പേര്. ഈ കഥാപാത്രങ്ങളൊക്കെ തുടക്കം മുതൽ ഇവരെ തന്നെയാണ് ആലോചിച്ചത് കേട്ടോ, അല്ലാതെ അതിലൊന്നും ഒരു മാറ്റവും നമ്മൾ വരുത്തിയിട്ടില്ല. ആദ്യം മുതലേ ശാന്തനായിട്ട്. ഇപ്പോൾ എൻ്റെ മോഹൻ വിഷ്ണു ഇതിലൊരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്, പ്രധാന ഒരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്. അപ്പോൾ വിഷ്ണുവിനെ ശാന്തനാണ് സെലക്ട് ചെയ്ത്. സത്യത്തിൽ ഇങ്ങനെ ഈ കഥാപാത്രം വിഷ്ണു ചെയ്യുകയാണെങ്കിൽ അവരൊക്കെ ചെറുപ്പം മുതലേ കാണുന്നതല്ലേ. നമ്മളെ വീടെന്ന് പറഞ്ഞാൽ എപ്പോഴും റിഹേഴ്സൽ ക്യാമ്പുകളുടെയൊക്കെ ഒരു ബഹുപൂരമായിരുന്നു. ഈ ഇരിക്കുന്ന ഹരീഷിനെ സിനിമാ താരമൊക്കെ ആവുന്നതിന് മുമ്പ്, അവൻ മിമിക്രി ആർട്ടിസ്റ്റായിട്ട് അറിയപ്പെടുന്നതിന് മുൻപ് ഞാൻ ഇദ്ദേഹം പഠിക്കുന്ന സ്കൂളിലൊരു നാടകം സംവിധാനം ചെയ്യാൻ പോയതാണ്. അപ്പോൾ എനിക്കതിൽ 5 ആളുകളെ വേണം, 5 കുട്ടികളെ മതി. അപ്പം ഒരു നാടകത്തിനോട് താല്പര്യമുള്ളൊരു 10-30 വരാൻ പറഞ്ഞപ്പോൾ 10-35 പേര് വന്നു. അതിൽ നിന്ന് ഞാൻ സെലക്ട് ചെയ്ത ഒരാളാണിത്. അപ്പം അതൊക്കെ ഇവനോടൊക്കെ ഉള്ള ഭയങ്കര ബന്ധങ്ങളാണ്. ഭയങ്കര നാടകത്തിലൂടെ അന്ന് 10ാം ക്ലാസ്സിലെന്തോ പഠിക്കുന്ന സമയത്ത് ഇതെന്താണെന്ന് വെച്ചാൽ പ്രത്യേകത എന്താ വെച്ചാൽ ഈ സിനിമയിലും എൻ്റെ ഗുരുവാണ്. കാരണം എന്നെ പഠിപ്പിച്ച മാഷാണ്, ജീവിതത്തിലും പഠിപ്പിച്ചിട്ടുണ്ട്.
മധുരക്കണക്കിലേക്ക് എങ്ങനെ എത്തണം വെച്ചിട്ട്? ഈ മധുരക്കണക്കിലേക്ക് ഹരീഷേട്ട ഒരു ദിവസം ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞിടാ ഒരു സംഭവമുണ്ട്, ഇതുവരെ ചെയ്യാത്തൊരു ഒരു ക്യാരക്ടർ ഒന്ന് കേട്ടിട്ട് അങ്ങനെ ശ്യാമേട്ടനും ഒരു വന്ന് കഥ പറഞ്ഞ് ഞാൻ ഹരീഷേട്ടനോട് ചോദിച്ചു, ഹരീഷേട്ട ഞാൻ അത് ഞങ്ങൾക്ക് ചെയ്താൽ ഒരു വെറൈറ്റി ആവുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇതിലേക്ക്, കാരണം ഇതുവരെ ചെയ്ത ഹ്യൂമർ പരിപാടിയല്ല, നെഗറ്റീവ് ചെറിയൊരു അത് എനിക്കിപ്പോഴും ഉറപ്പായില്ലേ. പക്ഷെ കഴിഞ്ഞ ദിവസം ഹരീഷേട്ടൻ വിളിച്ചിട്ട് എടാ ഈ നന്നായിട്ടുണ്ട്, നല്ല രസമായിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഇപ്പോൾ ഒരു സമാധാനമുള്ളത്. ഗംഭീരമായിട്ടുണ്ട്. ഞാനത് കണ്ടു, അതിൻ്റെ ഫൈനൽ കട്ടൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേ ഗംഭീരമായിട്ട്. നമ്മൾ മനസ്സിൽ ഹരീഷിനെയൊക്കെ വിളിക്കുമ്പോൾ അതുവരെ ഹരീഷ് സ്ക്രീനിൽ ചെയ്തിട്ടില്ലാത്തൊരു സ്ഥലമാണ്. പക്ഷെ അവിടേക്ക് നമ്മൾ മനസ്സ് ഊഹിച്ചിട്ടാണ് ഹരീഷിനെ പ്രതിഷ്ഠിക്കുന്നത്. പക്ഷെ ആ പ്രതിഷ്ഠിക്കുന്ന സ്ഥലത്ത് ഹരീഷിൻ്റെ ഒരു പെർഫോമൻസ് അതിഭീകരമായിട്ട് വന്നിട്ടുണ്ട്. നല്ല നമ്മൾ വിചാരിച്ചതിൻ്റെ അപ്പുറത്തേക്ക് അതിൻ്റെ ഔട്ട്പുട്ട് വരുന്നുണ്ട്. അതന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം. ഹ്യൂമറിൽ നമുക്ക് ഭയങ്കര ഒരു അപ്പർ ഹാൻഡ് ഹരീഷ് ഓൾറെഡി ഉണ്ട്. അപ്പം അവിടുന്ന് ഈ ഷിഫ്റ്റ് ഉണ്ടല്ലോ, മറ്റൊരു നെഗറ്റീവ് ഷെയ്ഡിലേക്ക് ഷിഫ്റ്റ് ആകുമ്പോൾ അതിലൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, ആളുകൾ എങ്ങനെ ടെൻഷൻ ഉണ്ട്. കാരണം നമ്മളത് ചെയ്താൽ എന്താവും എന്നുള്ള ഒരു ടെൻഷൻ. ഞാൻ ഡബ് ചെയ്തപ്പോഴും ഞാൻ ഇവരോടൊക്കെ ഇങ്ങനെ ശ്യാമേറിൻ്റെ അടുത്തൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, റെഡിയാണോ, ഓക്കെയാണോ, എന്തെങ്കിലും എല്ലാം ഓക്കെയാണ്. പിന്നെ ഈ കഴിഞ്ഞ ദിവസം ഹരീഷേറിൻ്റെ വോയിസ് മെസ്സേജ് കിട്ടിയപ്പോഴാണ് എനിക്ക് വിശ്വാസമായി. സ്റ്റേജിൽ നമ്മളൊരു ക്യാരക്ടറിനെ കൊണ്ടുവരുന്നതും സിനിമയുടെ മുന്നിലേക്ക് ആ ക്യാരക്ടറിനെ കൊണ്ടുവരുന്നതും തമ്മിൽ ഭയങ്കര വ്യത്യാസം പറഞ്ഞിട്ടുണ്ട്, ഒരു റേഞ്ചിൽ വ്യത്യാസം ഉണ്ടാകും. ഈ സ്റ്റേജ് ഷോയിൽ അല്ലെങ്കിൽ നാടകങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഒരു ഫ്ലോയിൽ നിന്ന് മാറിയിട്ട് സ്ക്രീനിന് മുന്നിലേക്ക് വരുമ്പം അതിൽ പ്രശ്നങ്ങൾ തോന്നിയിട്ടുണ്ടോ, അല്ലെങ്കിൽ എവിടെ ഇത് റേഞ്ച് അഡാപ്റ്റ് ചെയ്യണമെന്ന്? സ്റ്റേജിൽ നമ്മൾ പിന്നെ ഒരു നാടകം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കോമഡി ചെയ്യുമ്പം നമ്മൾ ഇത്രയും ഓഡിയൻസിനെ, ലോങ്ങുള്ള ഓഡിയൻസിനെ നമുക്ക് തൃപ്തിപ്പെടുത്തെങ്കിൽ നമ്മൾ കുറച്ച് കൂടുതൽ പെർഫോം ചെയ്യണം. ക്യാമറയുടെ മുന്നിൽ അതിൻ്റെ പകുതി മതി. അതാണ് അതിൻ്റെ ഒരു പിടിച്ച് ചെയ്യാൻ പറ്റും. ചിലർ ആ സമയത്തില്ലേ, ചിലർ ഇതേ പെർഫോമൻസ് നമ്മൾ ക്യാമറ മുന്നിൽ ചെയ്യുമ്പോൾ അത് ഓവറായി പോകും. നമ്മൾ വളരെ ലൈറ്റായിട്ട് മതി ക്യാമറയിൽ. അതിൽ ആ ഒരു പേടി ഉണ്ടായിരുന്നു അപ്പം ക്യാമറയുടെ മുന്നിലേക്ക് വരുന്ന സമയത്ത് ചേഞ്ചസ് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത്? പേടിയൊന്നുമില്ല, പേടി ഉണ്ടായില്ല. പിന്നെ നമ്മൾ തെറ്റിക്കഴിഞ്ഞാൽ ലാസ്റ്റ് ഇതിൽ അഭിനയിക്കേണ്ടെന്ന് പറഞ്ഞാൽ പുറത്താക്കില്ലല്ലോ. അത് ലാൽ ജോസ് സാറിൻ്റെ അടുത്ത് പറഞ്ഞാണ്, ഹരീഷ് മമ്മൂക്കാൻ്റെ കൂടെ ലാലൻ്റെ കൂടെ ആരുടെ കൂടെ അഭിനയിക്കുകയാണെങ്കിലും അവരും അഭിനയിക്കുകയാണ്, ഹരീഷും അഭിനയിക്കുകയാണ്. അല്ല ശരിക്ക് നമുക്ക് ഇനിയിപ്പോൾ ആ ഡയറക്ടർക്ക് നമ്മളെ പറ്റൂലെങ്കിൽ പിടിച്ചു ഒഴിവാക്കും അല്ലേ? അത്രയേ ഉള്ളൂ. അത് വിചാരിച്ചാൽ ഞാനതാ വിചാരിക്കണേ. ഞാൻ ഈ അഭിനയിക്കുമ്പോൾ ഇവിടെ മുന്നിലുള്ള ആൾക്കാർ ഈ സ്കിറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഓഡിയൻസിനെ ഹരീഷിനെ നോക്കണ്ടല്ലോ, നമ്മൾ ഓഡിയൻസിനെ നോക്കുമോ? ഇല്ല, നമ്മളെ പെർഫോമൻസേ നോക്കുള്ളൂ. സ്ക്രിപ്റ്റിംഗ് ഇല്ല, ഞങ്ങളെല്ലാവരും കൂടിയാണ്, ഞാൻ, നിർമ്മല, ദേവരാജൻ, പ്രദീപ്, ഞങ്ങളെല്ലാവരും കൂടിയാണ് ഓരോ കോമഡി ഉണ്ടാക്കുന്നത്. അല്ലാതെ ഒന്നും ഒരാൾക്ക് ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞാൽ ഒക്കെ കൂട്ടായ്മയല്ലേ. സിനിമയാണെങ്കിലും കൂട്ടായ്മയാണ്, ഒരു നാടകമാണെങ്കിലും കോമഡി ആണെങ്കിലും ഒക്കെ കൂട്ടായ്മയിൽ നിന്നാണ് ഒക്കെ ഉണ്ടാകുന്നത്, അല്ലാതെ ഒറ്റയ്ക്കല്ല. ഇപ്പോൾ നമ്മളൊരാളൊരു വണ്ണയും ഉണ്ടാക്കിയാൽ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് അത് പൊലിപ്പിച്ചിട്ടാണ് ഒരു സംഭവം ചെയ്യുന്നത്. അത് നമ്മളിപ്പോൾ ഒരു സീനാണെങ്കിലും ഒരു ഹ്യൂമർ ഒരു സീൻ അഭിനയിക്കുകയാണെങ്കിൽ എല്ലാവരും കൂടി ഇരുന്ന് ഓരോരുത്തർ എന്തൊക്കെ കൗണ്ടർ പറഞ്ഞ് ഡിസ്കസ് ചെയ്തിട്ടാണ് ലാസ്റ്റ് അതൊരു നല്ലൊരു സീനായി മാറുന്നത്. ഈ ഇപ്പോൾ കോമഡി തന്നെ നമ്മൾ ഫുൾ ഓഫ് ചെയ്യാൻ ഏറ്റവും പ്രയാസമുള്ളതെന്ന് പറയാറുണ്ട്. ചിലപ്പോൾ എന്തെങ്കിലും ഒരു എലമെന്റ് മാറിപ്പോയാൽ തന്നെ അതൊരു ചളിയായി പോകും, ചിലപ്പോൾ അത് വർക്കൗട്ട് ആവില്ല. ഇതിനൊരു ജഡ്ജ്മെന്റ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ്? കോമഡി ഇങ്ങനെ വർക്കാവുന്നത് എങ്ങനെയായിരിക്കും? അത് എനിക്ക് തോന്നുന്നത് ഈ കോമഡി സീരിയസസ് അങ്ങനെയല്ല. അതിൻ്റെ ഒരു നമ്മളത് കാണുമ്പോൾ നമ്മൾ വകതിരിക്കുന്നതാണ്. സത്യത്തിൽ നിങ്ങൾ ആ സിറ്റുവേഷനോട് എങ്ങനെ പൊരുത്തപ്പെടുന്നു എന്നുള്ളതാണ്. ഒരു കഥാപാത്രമായി കഴിഞ്ഞിട്ടതിന് ശേഷം ആ സിറ്റുവേഷനോട് നിങ്ങൾ എങ്ങനെ പൊരുത്തപ്പെടുന്നു എന്നുള്ളത്. ഇപ്പോൾ ജീവിതത്തിൽ നിന്ന് നോക്കൂ, നിങ്ങൾ പറയുന്ന തമാശയ്ക്കല്ല ആളുകൾ ചിരിച്ചിട്ടുണ്ടാവുക. ആളുകൾ എപ്പോഴും നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് അവഹേളിക്കപ്പെടുമ്പോഴോ നിങ്ങളൊന്ന് വഴുതി വീഴുമ്പോൾ, ഒരു പഴത്തൊല ചവിട്ടി വീഴുന്നവനെ നോക്കിയിട്ടാണ് ആളുകൾ ചിരിക്കുന്നത്. ആ പഴത്തൊലി ചവിട്ടി വീഴുന്നവൻ എന്താ വേദനയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഞങ്ങളുടെയൊക്കെ പുണ്ണികളൊക്കെ ഇവരൊക്കെ കണ്ടതാണ്. അതിൻ്റെ ഈ മുഴുവൻ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ അവർ കരയാണ്, ഈ കഥാപാത്രങ്ങൾ. അപ്പോൾ ഉണ്ണി കരയാണ്, അതിനാണ് ആളുകൾ ചിരിക്കുന്നത്. ഭക്ഷണം കഴിക്കാൻ പൈസയില്ലാണ്ട് ഹോട്ടലിൽ കയറി അപ്പുറത്തെ പൊറോട്ട വാങ്ങി അടിച്ച് മാറ്റിയുമ്പോഴാണ് ആൾക്കാർ ചിരിക്കുന്നത്. ഇവർ വിശന്നിട്ട് മുറിച്ച് കഴിക്കില്ല. അപ്പോൾ അതാണ് എല്ലാ സ്ഥലത്തും സിറ്റുവേഷനോട് നിങ്ങൾ എങ്ങനെ
പൊരുത്തപ്പെടാൻ പറ്റുന്നു. അപ്പോൾ അതിനനുസരിച്ച് ഒരു കഥാപാത്രമായി മാറുക. അത് കോമഡി ആണെങ്കിലും ശരി, സീരിയസ് ആണെങ്കിലും ശരി, നിങ്ങൾ ആ കഥാപാത്രമായിട്ട് നാച്ചുറലായിട്ട് എങ്ങനെ പെരുമാറുന്നു എന്നുള്ളിടത്താണ് അതിൻ്റെ വിജയ പരാജയങ്ങൾ. ഹരീഷേട്ടൻ എങ്ങനെയാണ് സ്ക്രിപ്റ്റുകളില് തമാശകള് ചളിയായി പോകുന്നത് പറയാറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്? അത് പറയലുണ്ട്. കാരണം നമ്മൾ ഒരു സിനിമയ്ക്ക് വിളിച്ചാൽ ആദ്യം കുറച്ച് കോമഡി സീൻ എഴുതി കൊണ്ടുവന്നിട്ട് ഇതാണ്. അപ്പോൾ ഇത് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ചില സംഭവം ഇതൊന്നും ഏൽക്കൂല. അത് അപ്പോൾ ഇവർ പറയുന്നത് എന്താ പറയുക, ഇത് നിങ്ങൾ പറഞ്ഞാൽ കേൾക്കും. അങ്ങനെയാണ് ചിലപ്പോൾ ചളിയായി പോണത്. നിങ്ങൾ പറഞ്ഞാൽ കേൾക്കും. പൈസ വാങ്ങിക്കൊണ്ട് ഇത് പറയല്ലാതെ നിവർത്തില്ല. അത്തരത്തിൽ വേണ്ടായിരുന്നു എന്ന് തോന്നിയ തമാശകളൊക്കെ കുറേ തമാശ, കുറേ സംഭവങ്ങൾ. പിന്നെ ഞാൻ സച്ചിൻ എന്ന് പറഞ്ഞ സിനിമ ചെയ്യുന്ന സമയത്ത് ക്രിക്കറ്റ് കളിയിൽ പിന്നെ അജുവിന് ബോളോണ്ടൊരു ഏറ് കിട്ടി. അപ്പോൾ അതിന് പകരം പിന്നെ സ്ക്രിപ്റ്റ് റൈറ്റർ കൊണ്ടുവന്നൊരു ഐഡിയ ആണ് അടുത്ത സീനിൽ അരീഷ് ഏറ് കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് വലിയൊരു പുതപ്പ്, ഒരു ബെഡ്ഷീറ്റ് തലയിൽ മൊത്തം ചുറ്റിയിട്ട് ക്രിക്കറ്റ് കളിക്കാൻ നിൽക്കണം. ഞാൻ പറഞ്ഞത് ഞാൻ ചെയ്യൂല. അപ്പോൾ എന്ത്, ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ ഹെൽമെറ്റ് ഉണ്ട്, ഞാൻ സ്കൂട്ടറിലാവുന്ന ഹെൽമെറ്റ് ഇട്ടാൽ പോരെ? ആ ഓക്കെ, അതെ, ഹെൽമെറ്റ് ഇട്ടാൽ മതിയല്ലോ. ആ തുടർച്ചയെ കുറിച്ചുള്ള ഒരു ബോധം ഉണ്ടാവുന്നതുകൊണ്ടാണ് അത് പറയുന്നത്. ഇത്തരത്തില് രസകരമാണോ ഇത്? ഒരു സെറ്റില് എത്ര ആളുകൾ നിൽക്കുന്നു, ഡയറക്ടേഴ്സ് നിൽക്കുന്നു, അപ്പം ഇത്ര ആളുകൾ ഓൾറെഡി സീനിന്റെ ഉള്ളിലാണുള്ളത്. ആ സമയത്ത് ഇത് തിരുത്തി പെട്ടെന്ന് ഇംപ്രൂവൈസ് ചെയ്യാൻ പറ്റിയ മൊമെന്റുകൾ ഉണ്ടായിട്ടോ? ഇംപ്രൂവൈസ് ചെയ്യാൻ കുറേ സാധനങ്ങൾ. അവൻ്റെ 2 Countries എന്ന് പറഞ്ഞ സിനിമേൻ്റെ അകത്ത് പിന്നെ ഞാൻ പറയുന്നുണ്ട്, പിന്നെ നിങ്ങൾക്ക് ഈ ദിലീപേട്ടൻ്റെ അടുത്ത് ചോദിക്കുന്നത് നിങ്ങൾക്ക് ഈ പഞ്ചായത്തിലാണ് വോട്ട്, അല്ല ഞാൻ കള്ളവോട്ട് ചെയ്യും. അപ്പോൾ അജുവിൻ്റെ അടുത്ത് ചോദിക്കേണ്ടത് എത്ര കള്ളവോട്ടിൽ ചെയ്യാൻ പറ്റും, പിടിച്ച് ജയിലിലാക്കിന വരെ ചെയ്താൽ പോരെ എന്ന്. അത് ആ സ്പോട്ട് പറഞ്ഞതാണ്. പിന്നെ നമ്മളെ ഗോതയിൽ ഞാനത് ആലോചിച്ചത്, അതായത് അത് സ്ക്രിപ്റ്റിലില്ല, ഈ സ്ക്രിപ്റ്റിലില്ല. അപ്പം ഞാൻ ബേസിലൂടെ പറഞ്ഞത് ഇങ്ങനെ പറയും, ഇവർ ഗോതയാണല്ലോ, സ്വാഭാവികമായിട്ട് ആഞ്ജനേയനാണ് ആരോഗ്യത്തിൻ്റെ ദൈവം. ഞാനിങ്ങനെ ആ ഇതിൽ ഞാനിങ്ങനെ പറയാമെന്ന് പറഞ്ഞിട്ട് ഒന്ന് പറഞ്ഞു നോക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു. അപ്പോൾ ഭയങ്കര ചിരിച്ചു. അപ്പോഴും അരീഷൊന്നും മിണ്ടിയിട്ടില്ല. അതിങ്ങനെ ടേക്കിൽ പോയപ്പോൾ ഞാൻ ഇതേപോലെ ആഞ്ജനേയ സ്വാമി എന്ന് പറഞ്ഞ് അടിച്ചോട്ടണതിന് ശരണം, അത് അതിലേര് അത് അവിടെ ടേക്കിൽ പറഞ്ഞ സാധാരണ. അപ്പോൾ അതാണ് ഒരു സ്ഥലത്തു നിന്ന് വരുന്നത്, അതിൻ്റെ ഒരു തുടർച്ച ഇങ്ങനെ പോകുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി ഉണ്ടാവുക. അതിനുശേഷം വീണ്ടും സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും ഈ ആഞ്ജനേയ സ്വാമിയും ഇതെല്ലാം സോൾട്ട് മാംഗോട്രിയിലെ തമാശകളൊക്കെ. അതേപോലെ ഗോതയിൽ തന്നെ മറ്റേ ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ മസിൽ പിടിച്ച് പോകുന്നുണ്ട്. നിങ്ങളും കുസ്തിക്ക് ഇറങ്ങി, ആ വയറൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നല്ല മാറ്റം ഉണ്ടെന്ന്. അതപ്പോൾ പറഞ്ഞതാ. ഈ ഗോത നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കണക്ട് ചെയ്യുന്നത് ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഒന്നിച്ചുള്ള ഒരു സമ്മേളനം കൂടെയാണ്. നിങ്ങളൊരു ടീമായിട്ട് തന്നെ വരുന്നു, നിങ്ങൾ രണ്ടുപേരും 2 പക്ഷത്തേക്ക് വരുന്നു. ഗോതയുടെ ഒരു ഹൈ എന്തായിരുന്നു? അത് ബേസിൽ ഡയറക്റ്റ് ചെയ്യുന്നത് ഭയങ്കര രസമാണ് അല്ലേ? ബേസിൽ എന്നാൽ അവൻ മ്യൂസിക് ഒക്കെ ഉപയോഗിക്കും, ഓരോ സ്പോട്ടിൽ ഉപയോഗിക്കും. അത് ഇപ്പം മ്യൂസിക് ഞാൻ മനസ്സിലാക്കിയത് മ്യൂസിക് ഡയറക്ടറുമായിട്ട് പറഞ്ഞ് അതിൻ്റെ ഒരു റഫ് എടുത്തു കൊണ്ടുവന്നതിന് ശേഷമാണ്. അത് ആ ഒറിജിനലല്ല, അത് പിന്നെയും മാറും അവിടേക്ക്. അപ്പോൾ ഈ ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ഭയങ്കര മൂഡായിരിക്കും. ഇപ്പം ഗോതയിൽ തന്നെ ഞാൻ ആ ഗ്രൗണ്ടിനെ നോക്കി അങ്ങോട്ട് നോക്കി പറയുന്ന ഒരു ഭയങ്കര സീനുണ്ട്. പഴയ കാലത്തെ ഗ്രൗണ്ടിൽ നിന്ന് ഫുട്ബോളും ഇത് മാറി വന്നതൊക്കെ ആയിട്ടുള്ള. അപ്പോൾ അതിന് ബാക്ക്ഗ്രൗണ്ടിൽ എനിക്ക് അങ്ങനത്തെ സ്കോറ് തരുന്നുണ്ട്. സ്കോറ് തരുന്നതോടുകൂടി അങ്ങ് ലൈറ്റായിട്ട് പോകുമ്പോൾ നമ്മൾ മൂടേ മാറിയിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റുകയാണ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അതിലേക്ക്. അത് കഴിഞ്ഞിട്ടാണ് ബേസിൽ എന്നെ അഭിനയിക്കാൻ വിളിച്ചില്ല സിനിമ. അതിനുശേഷം ഒരു സിനിമ ചെയ്തല്ലോ, മിന്നൽ മുരളി. അത് ബാലേട്ടൻ മരിച്ചുപോയി. ബാലേട്ടൻ നമ്മളെ ഗുരുസ്ഥാനീയനായ മനുഷ്യനാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു നിങ്ങൾ വരണം ഡബ് ചെയ്യാൻ. അപ്പോൾ ഞാൻ പറഞ്ഞോട് ഞാൻ വന്ന് ബാലേട്ടൻ ശബ്ദമൊന്നും മാച്ചല്ലല്ലോ, എനിക്ക് മാച്ചാവുകയേ വേണ്ട. എനിക്ക് ചേട്ടന ഗ്രൗണ്ടിൽ ഗോതയിൽ വെച്ച് പറഞ്ഞില്ലേ ആ മൂഡിലുള്ള ചില സാധനങ്ങളുണ്ട്, അതൊക്കെ വേണം ഒരിടാണ് കൂട്ടിക്കൊണ്ടുവന്നത്. അങ്ങനെ ഞാൻ പൈസയൊന്നും നല്ല പൈസ ഒന്നും ഒക്കെ കഴിഞ്ഞിട്ട് ഒന്നും പറയാതെ ഞാൻ ചെയ്തു, ഞാൻ പറയാം. അപ്പോൾ അങ്ങനെയുള്ളൊരു മൂടുള്ളൊരു ഡയറക്ടറാണ്. ഫുൾ ജോളിയായിട്ട് ഒരു ഷോട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു എന്തെങ്കിലും പാട്ടൊക്കെ വെച്ച് കുറേ അർമാദിച്ച് ഡാൻസ് കളിച്ച് അടുത്ത. ഇതിൽ ഏറ്റവും കംഫർട്ടബിൾ എന്താ? നമ്മളിപ്പോൾ സ്പോട്ടിൽ ഇംപ്രവൈസ് ചെയ്യാൻ നമ്മളുടെ ഒരു എലമെന്റ് കൊടുക്കാൻ പറ്റുന്നതാണോ, അല്ലെങ്കിൽ നമ്മൾ കംപ്ലീറ്റ്ലി അത് ഡിറ്റാച്ച്ഡ് ആവുന്നതാണോ ഏറ്റവും കംഫർട്ടബിൾ? ഒരു രൂപമില്ലാത്ത ഒരു കഥാപാത്രം അല്ലേ, ഏത് പെന്നെയല്ല ഹരീഷിനെ എന്നല്ല മറ്റൊരാളെയാണ്, രൂപമില്ലാത്തൊരു കഥാപാത്രം നമ്മളെ തേടി വരികയാണ്. നമ്മളെന്താ ചെയ്യുന്നത്? നമ്മളെ ശരീരം കൊടുക്കുന്നു, അതിന് രൂപം കൊടുക്കുന്നു, ഇമോഷൻസ് മുഴുവൻ അയാളുടേതാണ്. അപ്പോൾ ഇതിൽ പുരുഷോത്തമന്
അതിൻ്റെ ഒരു ഇമോഷൻസ് മാത്രമേ ഞങ്ങൾക്കറിയുള്ളൂ. ഞങ്ങൾ ഹരീഷിൻ്റെ രൂപം അത് ശരിയായിരിക്കുമെന്ന് ഞങ്ങൾ കരുതുകയാണ്. അങ്ങനെ ഞങ്ങൾ ഹരീഷിൻ്റെ ശരീരം ആ പുരുഷോത്തമന് വിട്ടുകൊടുക്കുകയാണ്. അവരുടെ ഉള്ളിൽ നിന്ന് പുരുഷോത്തമനാണ് പെരുമാറുന്നത്. ആ പുരുഷോത്തമൻ പെരുമാറുന്നതിൽ കുറച്ച് ചിലപ്പോൾ ഹരീഷ് ഉണ്ടായിരിക്കാം, കുറച്ച് മറ്റൊരാളുണ്ടായിരിക്കാം. അങ്ങനെ എല്ലാം കൂടെ കൂടിക്കുറന്ന് അവിടെ വെച്ചത് അങ്ങനെ ഒരു കറി തിളയ്ക്കും പോലെ, ഒരു പുതിയ ഭക്ഷണം ഉണ്ടായി വരുന്നത് പോലെ തിളച്ച് മറിഞ്ഞ് അങ്ങനെ വരികയാണ്. അത് വിളമ്പുന്ന ദിവസമാണ് ഈ ഡിസംബർ 4 എന്ന് പറയുന്നത് റിലീസ്. ഈ ഒരു സ്പോട്ടിൽ മാറുന്നതാണോ അതോ നമ്മുടെ ഒരു എലമെന്റ് എപ്പോഴും ഉണ്ടാവുന്നതാണോ? അത് നമ്മൾ ഏകദേശം ഒരാളെങ്ങനെ ഇപ്പം ഞാൻ ഈ കണാരെന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്ത് നമ്മളെ നാട്ടിൻപുറത്തൊക്കെ കുറേ ആൾക്കാരുണ്ടാവും അങ്ങനെ ഈ വയസ്സായി ഇപ്പോൾ ഈ പിന്നെ കലിങ്കിൻ്റെ മുകളിലൊക്കെ ഇരുന്ന് കുറേ തമാശകൾ ഞാനൊക്കെ നോട്ട് ചെയ്യൽ. അപ്പം ആ ഒരു ക്യാരക്ടർ എനിക്ക് എൻ്റെ രീതിക്ക് ഞാൻ കണ്ട ഒരാളെയാണ് ഞാൻ അവതരിപ്പിച്ചത്. പലരും എൻ്റെ അച്ഛൻ്റെ അതേപോലെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അച്ഛൻ അതേ സിറ്റുവേഷനാണ് ഹരീഷ് കണാരനായിട്ട് അവതരിപ്പിച്ചതെന്നാണ്. അതിൽ ഞാൻ ഉപയോഗിച്ച മറ്റേ മൂത്രം ഒഴിച്ച് തണുപ്പുകൊണ്ട് മൂത്രം ഇങ്ങനെ വടിമാരി നിൽക്കും, എന്നിട്ട് ഇങ്ങനെ പൊട്ടിച്ചു കൊടുക്കും. അത് എൻ്റെ അച്ഛൻ പറഞ്ഞ തമാശയാണ്. അന്ന് കുറേ പട്ടാള വിടലുകളുണ്ടല്ലോ, അത് അച്ഛൻ ഇവർ അങ്ങനെ പറയാൻ അതൊക്കെ അതൊന്നൊക്കെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. കുറേ ഞങ്ങളെ സ്കിറ്റുകളിലൊക്കെ ഉള്ളത് ഞങ്ങളുടെ നാട്ടിൻപുറത്തുണ്ടായ കുറേ തമാശകളാണ്. മറ്റേ എൻ്റെ അമ്മ ചുട്ടൊരു വെള്ളപ്പം, ആ സംഭവം ആ ഇലക്ഷൻ നിർമ്മലിൻ്റെ നാട്ടിൽ ശരിക്കും ഉണ്ടായ സംഭവമാണ്. അതെടുത്തിട്ടാണ് ഓരോ ഇലക്ഷൻ വരുന്ന സമയത്തും റിപ്പീറ്റ് ചെയ്ത് അത് രസമല്ലേ? നമ്മൾ ഒരു സമയത്ത് ചെയ്തു വെച്ചത് പിന്നെയും പിന്നെ വരുമ്പോ ഈ ഇലക്ഷനും ആൾക്കാർ പ്രതീക്ഷിക്കുന്നുണ്ട് വോട്ടെണ്ണുന്ന സമയത്ത് ഒരു ഇങ്ങനെയൊക്കെ പറയാമോ? അതിന്റെ ഒരു ജനനം എങ്ങനെയായിരുന്നു ഈ ഒരു? അല്ല, അത് നമ്മൾ പിന്നെ ഈ എലക്ഷൻ ഫാമിലി റൗണ്ടാണ്. അപ്പോൾ ഓരോരുത്തരും ഓരോ സംഭവങ്ങൾ പറഞ്ഞു വന്ന സമയത്ത് നിർമ്മലാണ് ഈ ഒരു സംഭവം പറഞ്ഞത്. എൻ്റെ നാട്ടിൽ ഇങ്ങനെ ഒരു പ്രതിഷേധ പ്രകടനം പോയിണ്ടായി, അതിനെ പറ്റി അത് പറഞ്ഞപ്പോൾ ഞങ്ങളത് ചെയ്ത് നോക്കിയപ്പോൾ അതിന് കുറച്ച് ഡയലോഗ്സ്, എൻ്റെ അമ്മ കുറച്ചൊരു വെള്ളപ്പം ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ, നമ്മൾ നാളെയും കാണണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് സംഭവങ്ങൾ കൊടുത്തപ്പോൾ ഞങ്ങൾ തോറ്റ കാരണം അയാൾക്ക് സഹിക്കാൻ പറ്റില്ല. ഇതുപോലെ നമ്മൾ ഒരു കാലത്ത് ചെയ്തു വെച്ച കുറെ ക്യാരക്ടേഴ്സിന്റെ പേരിൽ നമ്മൾ വീണ്ടും വീണ്ടും റെക്കഗ്നൈസ്ഡ് ആവുന്നു. അത് ഈ സോഷ്യൽ മീഡിയയിലും എല്ലായിടത്തും വലിയ രീതിയിൽ കാലത്തിന്റെ അപ്പുറത്തേക്ക് ഇത് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ഒരു ഫീൽ എന്താ? ഹരീഷേട്ടന്റെ ഇപ്പൊ പ്രത്യേകിച്ച് ഇപ്പം ലെഫ്റ്റിലെ ഡയലോഗുകളൊക്കെ ഇപ്പോഴും ആളുകൾ നോട്ട് ചെയ്യുന്നു, ഇപ്പോഴും അങ്ങനെ പറയാൻ ശ്രമിക്കുന്ന ആളുകളുണ്ട്. ഇതൊക്കെ തന്നിട്ടുള്ള ഒരു സിഗ്നിഫിക്കൻസ് ഉണ്ടല്ലോ ലൈഫിൽ വരുന്ന സമയത്ത്, ആ ഇമ്പാക്ട്. അത് ഈ കഥാപാത്രങ്ങൾ നമുക്ക് പിന്നെ അവരായിട്ട് പിന്നെ കണക്ഷൻസ് ഇല്ല സത്യത്തിൽ. അത് കഴിഞ്ഞു. അത് പിന്നെ ജനങ്ങളേറ്റവും അത് വേറൊരാളാണ്, വേറൊരു സംഭവമാണത്. അപ്പോൾ അതിൻ്റെ ഒരു രസം നമുക്ക് പറയാം. അതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അത് ജനങ്ങൾ ഏറ്റെടുത്ത പിന്നെ അവരതാണ്. സിനിമയാണെങ്കിലും ശരി, കഥാപാത്രങ്ങളാണെങ്കിലും ശരി. അപ്പോൾ അത് ഏതൊരു ആക്ടറെ സംബന്ധിച്ചോളം വലിയൊരു ഇൻസ്പിറേഷനാണ്. അതിങ്ങനെ ഒരു ഊർജ്ജമാണ്, അതിങ്ങനെ കൊണ്ടുപോകാൻ പറ്റുമത്. പക്ഷേ ഇതിലേക്ക് വരുന്ന വഴിയാണ് ഏറ്റവും പ്രധാനം. ഇപ്പോൾ ഹരീഷ് പറഞ്ഞ പോലെ ഈ ഒരു കാക്കശങ്കർ എന്ന് പറഞ്ഞ ഒരു കഥാപാത്രം ഉണ്ടായിരുന്നു എൻ്റെ ഈ സൂര്യ ടി വി കായംകുളം കൊച്ചുണ്ണി. അതിൽ ഈ യാതൊരു ഇതുമില്ല. അനിൽ എന്നെ വിളിച്ച് പറഞ്ഞതെന്താ വെച്ചാൽ, അത് ഞാൻ ഇത്താരചരിതം ഈ ശാന്തൻ്റെ നാടകത്തിന് വേണ്ടിയിട്ട് ഇത്താരചരിതം 1-ാം ഭാഗം എന്ന് പറഞ്ഞാൽ താരയുമായിട്ട് ഞങ്ങൾ രണ്ടുപേരാണ് അഭിനയിക്കുന്നത്. താരയുടെയും ഭർത്താക്കന്മാരായ ഭാസ്കരൻ കുമാരനുമായിട്ടാണ് ഞങ്ങൾ തന്നെയാണ് ചെയ്തത്. അപ്പോൾ ഇത്താരയുടെ ഒരു മുടി മുറിക്കുന്ന ഒരു രംഗം, അതിന് വേണ്ടിയിട്ട് മുടി കുറച്ച് നീട്ടിയിരുന്നു ഞാൻ. അപ്പോഴാണ് അനിൽ എന്നെ കണ്ടിട്ട് പറഞ്ഞു, ഈ രൂപം എൻ്റെ മനസ്സിൽ ആകെ ഒരു പേരേ ഉള്ളൂ ഹരീഷേട്ട, ഇസ്ലാമിക ചരിത്രം 5-ാം വോളിയത്തിൽ കാക്കശങ്കരൻ, ഇത്തിക്കരപ്പക്കയുടെ സുഹൃത്തായ കാക്കശങ്കരൻ എന്നൊരു പേരുണ്ട്, വേറെ ഡീറ്റെയിൽസ് ഒന്നുമില്ല അയാളെ പറ്റിയിട്ട്. നിങ്ങളുടെ രൂപം എനിക്ക് ഓക്കെയാണെന്ന് തോന്നുന്നു. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ശരീരം ഓക്കെയാണെന്ന് തോന്നുന്നു. അങ്ങനെ ചെന്ന് കഴിഞ്ഞ് ഇത് അഭിനയിക്കാൻ തുടങ്ങി കൊച്ചുണ്ണിനെയും പക്കീനെയും അധികാരിയും പോലീസും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. അവിടെ ഒരു മരം വീണ് കിടക്കുന്നു, മരത്തിന് മുകളിൽ ഒരാൾ തിരിഞ്ഞിരിക്കുന്നു. ഇതാണ് സ്ക്രിപ്റ്റ്. അപ്പോൾ ഇവർ ചോദിക്കുന്നു, നിങ്ങൾ ആരാന്ന് ചോദിക്കുന്നു. അപ്പോൾ അയാൾ തിരിഞ്ഞ് നോക്കാതെ അയാൾ ഉത്തരം പറയുന്നു, ഈ മരം വെട്ടുമ്പോൾ മറ്റേ മരം വെട്ടണം തോന്നി, മറ്റേ മരം വെട്ടിയപ്പം വേറെ ഇറക്കണം തോന്നി, വേറെ ഇറത്തപ്പം പാതാളം. അപ്പം ഞാനിത് ചെയ്യാൻ തുടങ്ങി. ചെയ്ത് കഴിഞ്ഞപ്പം അവിടെ ഭയങ്കര കൺഫ്യൂഷൻ. കാണാൻ നിൽക്കുന്ന ആൾക്കാർ കൈയടിക്കുന്നുണ്ട്. അപ്പോൾ അനിൽ ഓടി വന്നു പറയും, ചേട്ടാ ഭയങ്കര ഡ്രമാറ്റിക്കാണെന്നാണ് പറയുന്നത്. സാറ് 100 എപ്പിസോഡ് കഴിഞ്ഞ സാധനമാണ്.
അപ്പോൾ എന്താ ചെയ്യുക? ഞാൻ പറഞ്ഞു സ്ക്രിപ്റ്റ് മാറ്റി എഴുതുമെന്ന് പറഞ്ഞു. ഞാൻ ഹരീഷ് പറഞ്ഞ പോലെ ഒരു സീൻ അഭിനയിക്കാൻ പോയ ആളാണ്. എനിക്ക് യാതൊരു പേടി, നാടകം നിർത്തിച്ചിട്ട് പോകാം, അങ്ങോട്ട് പോയാൽ മതി, വൈകുന്നേരം ബസ് കയറിയിട്ട് പോകണം, ഇത്രയേ ഉള്ളൂ. ഞാനിത് അത്ര പ്രാധാന്യം കൊടുത്തുള്ളൂ. അപ്പം എന്നോട് ഇതേവരെ ആരും ഇങ്ങനെ പറഞ്ഞില്ല, ഒരുപാട് ആർട്ടിസ്റ്റുകൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെ ഈ പേഴ്സണലായിട്ട് എടുക്കല്ലേ, നീ എന്താ എഴുതി വെച്ചെന്ന് ചോദിച്ചു. നിങ്ങൾ ആരാണെന്ന് പരിശോധിക്കുന്നു. അപ്പോൾ അയാൾ പറയുന്ന മറുപടി, ഈ മറുപടി എന്തിനാണ് അയാൾ പറയുന്നത്? നിങ്ങൾ ആരോട് കാക്കശങ്കരൻ എന്ന് പറഞ്ഞാൽ പോരെ? അങ്ങനെയാണ് നിങ്ങൾ പറയുന്ന പോലെ അഭിനയിക്കുക, ഇത് വളരെ റിയലിസ്റ്റിക് ആയിട്ട് അഭിനയിക്കുക. ഇവിടെ അത് ചെയ്യാൻ പറ്റില്ല, വരികൾക്കിടയിൽ ഇരുന്ന് വായിക്കുക, അയാൾക്ക് കുറേ സാധനങ്ങളുണ്ട്. അങ്ങനെ ആ കൺഫ്യൂഷൻ ഡയറക്ടർ ബാലം കെ നായരെ വെച്ച് പണ്ട് മഴു എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ചെയ്ത ആളാണ് വേണുവേട്ടൻ. വേണുസാറ് വന്നിട്ട് പറഞ്ഞു, അയാൾ കുറച്ച് തമിഴ് കലർന്ന ഒരു മലയാള പുള്ളിയുടെ പുള്ളി വന്ന് പറഞ്ഞു, ഇതാണോ ശരി അതാണോ ശരിയെന്നോ എനിക്കറിയില്ല, പക്ഷേ ഇയാൾ ചെയ്യുന്നത് കാണാൻ എന്തോ ഒരു രസമുണ്ട്. ഇനിയിപ്പോൾ ഇത് ചെയ്തിട്ട് മോശമായി പോയാലും അത് നമ്മളെ സീരിയലിനെ ബാധിക്കാൻ പോണില്ല, അത് അടുത്തതിൽ കട്ട് ചെയ്ത് വേറെ സാധനം പോകും, ചെയ്താൽ കാണാനൊരു രസം. അതുകൊണ്ട് ഞാനിത് വിടാൻ തീരുമാനിച്ചു, എയറിൽ വിടാൻ തീരുമാനിച്ചു എന്ന് അവിടെയാണ് കൺഫ്യൂഷൻ. അങ്ങനെ ഞാനത് ചെയ്തു. അത് ആ എപ്പിസോഡ് വന്ന ദിവസം എൻ്റെ ഫോണ് മൊബൈലില്ല, അന്ന് ലാൻഡ് ഫോണാണ്, നിൽക്കാതെ അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നീട് കൊച്ചുണ്ണി സെക്കൻഡ് ഹീറോയും കാക്കശങ്കരൻ ഫസ്റ്റ് ഹീറോയുമായിരുന്ന ഒരു കാഴ്ചയിലേക്കാണ് ആ സീരിയൽ വളരുന്നത്. എത്രയോ എപ്പിസോഡുകളായിട്ട് പോവുകയാണ് ചെയ്തത്. അപ്പോൾ പിന്നീട് ഞങ്ങളിരുന്ന് ഉണ്ടാക്കുകയാണ്. കാക്ക എന്ന് പറഞ്ഞാൽ കാക്ക, ശങ്കരൻ എന്ന് പറഞ്ഞാൽ ശിവൻ, നൃത്തം ചെയ്യും, പാട്ട് പാടും, അങ്ങനെ 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 ഡെവലപ്പ് ചെയ്ത് വന്നിട്ട് അതിലേക്ക് എത്തിപ്പെടുകയാണ് ഉണ്ടാവുന്നത്. അതെ. അപ്പോൾ അത് കഴിഞ്ഞതോടുകൂടി അയാൾ പോയി. അയാൾ വിടുന്ന ദിവസം ശരിയാണ് ഭയങ്കര വേദന ഉണ്ടാവും. അത്രയും ദിവസം കൊണ്ടു നടന്നല്ലോ ഒരാളൊക്കെ, നമ്മൾ ശരീരത്തിൽ ഇങ്ങനെ അലിഞ്ഞു പോയി കഴിഞ്ഞ് പിടിച്ച് മാറ്റുമ്പോൾ ശരിക്കും ചോര പൊടിയും, അങ്ങനെ മാറ്റുമ്പോൾ ഉണ്ടാവും, അതും ഉണ്ടാവും. അത് കുറച്ച് ദിവസം റെസ്റ്റ് എടുത്ത് കഴിയുമ്പോൾ മാറും, അത് പിന്നെ വേറെ കുറച്ച് കാലത്തിന് ശേഷമാണ് തിരിച്ച് മലയാള സിനിമയിലേക്ക് സജീവമായ ചെറിയ ഗ്യാപ്പ് വന്നു. അത് വലിയ വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. സമൂഹ മാധ്യമങ്ങൾ അത് വലിയ രീതിയിൽ ചർച്ച വരികയും പല തരത്തിലുള്ള അഭിപ്രായങ്ങൾ വരികയും ചെയ്യും. ഈ ഒരു സാഹചര്യത്തിന് സോഷ്യൽ മീഡിയന്റെ രണ്ട് മുഖം അവിടെ വരികയാണല്ലോ, അതിനെങ്ങനെയാണ് ഹരീഷ് ഏട്ടൻ കാണുന്നത്? രണ്ട് മുഖം എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല. അല്ല, ഒരേ സമയത്ത് എന്തോ ഗുരുതര രോഗം വന്നു എന്നുള്ള രീതിയിൽ വലിയ പ്രചരണങ്ങൾ ഉണ്ടായി. ശേഷമാണ് തുറന്നു പറച്ചിലുണ്ടായി. ഈ ഗുരുതരാവസ്ഥ ഞാൻ തലേ ദിവസം ബീച്ചിൽ ഞാനും നിർമ്മലും എല്ലാവരും കൂടി പ്രോഗ്രാം കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെയാണ്. അപ്പം ഈ പാകിസ്ഥാൻ മറ്റേ യുദ്ധം പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ എനിക്കൊരു കോള്, എന്താണ് ഇപ്പോഴത്തെ അവസ്ഥേനെ പറ്റി പറയാം. ഞാൻ പറഞ്ഞു എന്ത് പറയാം, ഞാനെന്ത് പറയാം, അവിടെ യുദ്ധം നടക്കണേ. അതല്ല ഹരീഷിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ, ഞാൻ വീട്ടിലാണ്, ഇന്നലെ പ്രോഗ്രാം കഴിഞ്ഞ് വീട്ടിൽ. അപ്പം വേറെ കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല. അപ്പം ഇങ്ങനെ ന്യൂസ് വന്നല്ലോ. അപ്പം ഞാൻ പറഞ്ഞു ആ ന്യൂസ് ഞാൻ കണ്ടില്ലെന്ന് എനിക്കൊന്ന് അയച്ചു തരുമോ ചോദിച്ചു. അപ്പോഴാണ് ഞാൻ കാണുന്നത് ഹരീഷ് കണാരൻ ഗുരുതരാവസ്ഥയിൽ എന്ന് പറഞ്ഞിട്ട് ന്യൂസ് വന്നിട്ടുണ്ട്. ഒരു റീച്ചിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു ഇതുണ്ട്, ഹരീഷ് കണാരൻ അന്തരിച്ചു എന്ന് പറഞ്ഞിട്ടൊരു സാധനം വന്നിട്ടുണ്ട്. എന്നിട്ട് അത് ഓപ്പൺ ചെയ്താൽ ബാഹുബലിയിലെ ഒരു ആൾ മരിച്ചില്ല, ഹരീഷ്, അതാണ് വരുന്നത്. പക്ഷേ ഇത് കൊടുത്തത് എൻ്റെ ഫോട്ടോയും വെച്ചിട്ട് ഹരീഷ് കണാരൻ അന്തരിച്ചു എന്ന് പറഞ്ഞിട്ടാണ്. എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? എത്രയോ ആൾക്കാരെ പറ്റി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവില്ല. നമ്മൾ എന്ത് നല്ലത് ചെയ്താലും ഒരു നെഗറ്റീവ് ഇല്ലേ ഒന്നെങ്കിലും ഒരാൾ പറയും. അത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവില്ല. അത് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു സുഖം. അതിനെപ്പറ്റി എന്തെങ്കിലും ഇയാൾ എങ്ങനെ വന്നു എന്നോ, ഇയാൾ എന്ത് കഷ്ടപ്പെട്ടെന്നോ, ഇയാൾ അല്ല അതൊന്നും ഒരു ശ്രദ്ധിക്കുന്നില്ല. പെട്ടെന്ന് ഒരാൾ സിനിമ നന്നായി അല്ലെ വേറെ എന്തായി. പിന്നെ ഇപ്പം ഞാൻ ശ്രീനിയേട്ടൻ്റെ ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞ ദിവസം ഇങ്ങനെ കണ്ടപ്പോൾ ഇപ്പോൾ ഒരു സെറ്റിലുണ്ടായ ഓരോരുത്തരെ വന്ന് ചോദിക്കല്ലോ, എന്തെങ്കിലും സംസാരിച്ച് ചിലപ്പോൾ എന്തെങ്കിലും തിരക്കോ ചിലപ്പം ശ്രദ്ധിച്ച് ലാലേട്ടൻ ആരോ വന്ന് അടിക്കെന്തോ ചെയ്ത് ലാലേട്ടന് പെട്ടെന്ന് നല്ല വേദനയായി. ലാലേട്ടൻ മോനെ അതങ്ങനെ ചെയ്യാൻ പാടുണ്ടോ, അത് മോശമല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഇയാൾ റോങ്ങായി ലാസ്റ്റ് ഇയാൾ പറഞ്ഞ പോലും ഞങ്ങളെ പൈസേനോണ്ട് ഞങ്ങളൊക്കെ ജീവിക്കണേ. അപ്പോൾ ശ്രീനിയേട്ടൻ പറയുകയാണ്, അതിന് ശ്രീനിയേട്ടൻ പറഞ്ഞാൽ എന്താ അറിയുക, ഇപ്പോൾ എത്രയോ ആൾക്കാർ പല പിന്നെ ടാറ്റ ബെർള മറ്റത് മറിച്ചത് ഇവരൊക്കെ ഇവരോട് ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ ഞങ്ങളെ പൈസേനോണ്ടാണെങ്കിൽ നന്നായിരുന്നു. അതാണ് കറക്റ്റ് അല്ലേ? ആരോടും ചോദിക്കില്ല, സിനിമാക്കാരോട് മാത്രം പറയും. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ കണ്ടിട്ടാണ്. ഈ നക്ഷത്രങ്ങളൊക്കെ ആകാശത്തല്ലേ, അപ്പോൾ ഇങ്ങനെയാണല്ലോ നോക്കുക. അപ്പോൾ ഈ നക്ഷത്രങ്ങൾ കാണാൻ നല്ല രസമാണല്ലോ, അങ്ങനെ നോക്കിയിരിക്കുക. പക്ഷെ കുറേ നോക്കി കഴുത്തിങ്ങനെ വേദനയാണ്. അപ്പോൾ ആ ദേഷ്യം
അങ്ങനെ കിട്ടുമ്പോഴേ തീർക്കാൻ പറ്റുള്ളൂ. അതായിരിക്കാം ചിലപ്പോൾ. ഇപ്പോൾ ടാറ്റേനും ബിർലേനൊക്കെ എത്ര പൈസ ഉണ്ടായാലും കാര്യമില്ലല്ലോ, കാണാൻ കിട്ടുക. അവരെ അതിശയിപ്പിക്കുന്ന ഒന്നുമില്ല, ഇവരെ അതിശയിപ്പിക്കുന്ന അത്ഭുതപ്പെടുത്തുന്ന ഒന്നുമില്ല അവര്. അല്ല, ഇത് അങ്ങനെയല്ലല്ലോ. അതൊരു സിനിമയ്ക്ക് മാത്രം ഉണ്ടാവുന്ന ഒരു ഇതാണ്. സ്വാഭാവികമായിട്ട് പിന്നെ സിനിമാ നടന്മാർ കുറച്ചതിന് തയ്യാറായാൽ മതി. കാരണം എന്താ വെച്ചാൽ ഇങ്ങനെയും കൂടെ ഉണ്ടാവും, ഇതും കൂടിയാണ്. കാരണം എപ്പോഴും ഏതൊരു ആളും ഇങ്ങനെ കാണുന്നൊരു സാധനമാണ് സിനിമ. അതിനെ അപ്പം വെള്ളിത്തിര നമ്മൾ ചെറുപ്പം മുതൽ ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അങ്ങനെ കാണുന്നൊരു സാധനമാണ്. അത് എത്തിപ്പെട്ട് കഴിഞ്ഞാലും സ്വാഭാവികമായിട്ടും നിങ്ങൾ ചിലവർ ഞാനൊക്കെ ഇപ്പോൾ ഈ പല വിഷയങ്ങളിൽ ഇടപെട്ട് സംസാരിക്കുന്ന ആളുകളായതുകൊണ്ട് എന്നോട് പലരും ചോദിക്കാറുണ്ട്, അത് നിങ്ങൾക്ക് ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നങ്ങളുണ്ടാവില്ല, എതിർപ്പുകൾ. അപ്പം ഞാൻ പറയും, നിങ്ങൾ സംസാരിച്ചിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവും. നിങ്ങളൊന്നും സംസാരിക്കാതിരുന്നാലും നിങ്ങളെ വിടാനൊന്നും പോകണില്ല. അപ്പോൾ സംസാരിക്കുമ്പോൾ ഒന്നുമില്ലെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ള സാധനങ്ങളും ഉണ്ടാവും. അപ്പോൾ ഹരീഷിനെപ്പോൾ നിങ്ങൾ ചോദിച്ച ചോദ്യം അതിന് ഹരീഷ് വ്യക്തമായ ഉത്തരം നൽകിയപ്പോൾ നമുക്കിപ്പോൾ ഈ കൂടെ പ്രവർത്തിക്കുന്ന എനിക്കടക്കമുള്ള ആൾക്കാർക്ക് മനസ്സിലായി, ഇതുവരെ ഹരീഷ് നമ്മളോട് ആരോടും ഷെയർ ചെയ്തിട്ടില്ലായിരുന്നു, ഇതാണ് ഇതിൻ്റെ പിന്നിൽ നടന്ന കാര്യം എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല, മാറ്ററിലേക്ക് ഞാൻ കിടക്കുന്നില്ല. അത് ഹരീഷ് വെളിപ്പെടുത്തിയത് കൊണ്ടാണ് നമുക്ക് മനസ്സിലായത്, ജനങ്ങളും തിരിച്ചറിഞ്ഞത്. അതാണ് ഇവിടെ സംഭവിച്ചത്. അതേപോലെ തന്നെ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയുക എന്നുള്ളത് തന്നെ അടുത്താണ് അതിന്. പ്രത്യേകിച്ച് ഈ ഓൺലൈൻ മീഡിയം നമ്മളെ വിരൽത്തുമ്പിൽ ലോകം തിരിഞ്ഞു മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത്, പഴയ കാലമൊന്നുമല്ലല്ലോ. ഈ മാറ്റി നിർത്തപ്പെടലും അതിൽ പെടുന്ന ഒരു സംഭവമായിരുന്നല്ലോ, അതിൽ ഒരു ഗ്യാപ്പ് വന്നതായിട്ട് ഫീൽ ചെയ്തു നമുക്ക്. ഗ്യാപ്പ് ഞാനത് കാരണം എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ടായില്ല. ഞാൻ കൊറോണ കഴിഞ്ഞപ്പോൾ സിനിമ മൊത്തം മാറി, ഭയങ്കര നെഗറ്റീവ് ഷെയ്ഡ്, സസ്പെൻസ്, ത്രില്ലർ, മറ്റേ മറിച്ചൊക്കെ ആയിട്ട് സിനിമ മൊത്തം മാറി. അപ്പോൾ ഈ ഹ്യൂമർ പരിപാടികൾ വരുന്നില്ല. അതൊക്കെ കഴിഞ്ഞാൽ ഞാൻ പിന്നെ നമ്മൾ ഒന്നുമില്ലാത്തയിടുന്ന് ഇത്രയും എത്തിയല്ല, പിന്നെ അതിലപ്പുറത്തേക്ക് വേറെ സന്തോഷിക്കുക അല്ലാതെ. കാരണം പിന്നെ ഞാനും വൈഫും എങ്ങനെയെങ്കിലും 1 ലക്ഷമെങ്കിലും നമ്മളെ അക്കൗണ്ടിലുണ്ടായാൽ മതിയെന്ന് ആഗ്രഹിച്ചൊരു സമയം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കാട്ടൊക്കെ എത്രയോ നമുക്ക് തന്ന് ദൈവം. പിന്നെ അത്യാവശ്യം വീടും കാര്യങ്ങളും അതും ഇതൊക്കെ ആയിട്ട് എല്ലാ ഇതും തന്നു. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് പിന്നെ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ അത് അഹങ്കാരമായി പോകില്ലേ. അപ്പം ഞാൻ വെച്ചു ഓക്കെ. പിന്നെ കാലാകാലങ്ങളിൽ ഇപ്പോൾ എല്ലാവരും ചിലപ്പം കുറച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ സിനിമയിൽ അത്ര സജീവമായി നിൽക്കണമെന്നില്ല, ഒരു കയറ്റത്തിന് എന്തായാലും ഒരു ഇറക്കമുണ്ട്. അപ്പം ആ ഇറക്കമായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചേ. പിന്നെ അപ്പോൾ എനിക്ക് അല്ലാതെ 1-2 പടത്തിൻ്റെ ഡേറ്റുകളൊക്കെ തന്നിട്ടുണ്ടായി. ഞാൻ ഈ ARMൽ എനിക്ക് 40 ദിവസം ഡേറ്റ് തന്ന്, ഈ ഡേറ്റ് തന്നൊക്കെ ഓക്കെ പറഞ്ഞൊക്കെ അതായത്. പിന്നെ അതിൻ്റെ ഈ ഇടയ്ക്കാണ്, ഈ ഡേറ്റ് തന്ന ഇടയ്ക്കാണ് ഞാൻ ഈ സംഭവം പിന്നെ പൈസ തിരിച്ചു ചോദിച്ചു. കാരണം ഞാൻ 3-4 കൊല്ലമായിട്ട് ഈ പൈസ ചോദിച്ചിട്ടില്ല. അപ്പോൾ വീട് പണി നടക്കുന്നുണ്ട്, ചോദിച്ചു. തരാം എന്ന് പറഞ്ഞ് ഇങ്ങനെ മുന്നോട്ട് പോയപ്പോൾ ഞാൻ ഒരു ദിവസം ഇടവേള ബാബുച്ചേട്ടനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ബാബുച്ചേട്ടാ എനിക്ക് ഇങ്ങനെ ഇത്രയും പൈസ തരാനുണ്ട്, ബാബുച്ചേട്ടാന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ബാബുച്ചേട്ടൻ സംസാരിച്ച് തന്നെ തിരിച്ചു സംഭവമൊക്കെ ഓക്കെ ഹരീഷിന് തരാണ്ടെന്ന് പറഞ്ഞ്. അതായത് പിന്നെ ഒരു കാര്യം ഇങ്ങനെ പല ആൾക്കാരും ഇയാളെ പറ്റിയിട്ട് ഇങ്ങനെ സംഭവം പറയുന്നുണ്ട്, അതുകൊണ്ട് ഹരീഷ് എങ്ങനെയെങ്കിലും ചോദിച്ച് വാങ്ങാൻ നോക്ക്. ശരി, ഞാൻ പിന്നെയും ചോദിച്ചു. അപ്പം എന്നോട് പറഞ്ഞു ഇന്നൊരു പടം ഇറങ്ങട്ടെ, ആ പടം ഇറങ്ങിയിട്ട് സെറ്റാക്കാമെന്ന് പറഞ്ഞു. ആ പടം ഇറങ്ങിയിട്ട് സെറ്റാക്കാമെന്ന് പറഞ്ഞ് അതൊന്നും തന്നില്ല. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഈ ARM ഷൂട്ട് തുടങ്ങി. എനിക്ക് എന്നെ വിളിച്ചതുമില്ല, ഒന്നുമില്ല. കഴിഞ്ഞ ഒരു ദിവസം ഞാൻ ഏഷ്യാനെറ്റിൻ്റെ പിന്നെ സീരിയൽ അവാർഡിന് പോയ സമയത്ത് ഞാൻ ടോവിനോനെ കണ്ട്. അപ്പോൾ ഞാൻ ടോവിനുമായിട്ട് സംസാരിക്കാനൊന്നുമില്ല. ടോവി പിന്നെ സ്റ്റേജിൽ കയറി ഞാൻ ഒരു അവാർഡ് കൊടുത്ത് ജസ്റ്റ് ഇറങ്ങി ഞാൻ പോന്നിട്ട് ഞാൻ കുറേ ദൂരം പോന്നു. ഞാൻ ഒരു 5-6 കിലോമീറ്റർ പോന്നിട്ട് ഞാൻ ടോവിനെ വിളിച്ച്. അപ്പോൾ ടോവി ചെയ്യുന്ന ഇറങ്ങിയിട്ടുണ്ടാകും. അപ്പോൾ ARMൻ്റെ പ്രൊമോഷനാണ്. ഞാൻ പറഞ്ഞു ഞാൻ അവിടെ ഉണ്ടെന്ന് ഞാൻ കണ്ടു, ഞാൻ പോന്നു. ചേട്ടൻ എവിടെയുള്ളത് വെച്ചു. ഞാൻ പറഞ്ഞു ഞാൻ കുറേ പോന്നു ടോവി. അല്ല ചേട്ടാ അവിടെ നിൽക്കെങ്കിൽ ലൊക്കേഷൻ അയച്ചു തന്നോ, ഞാൻ ഇപ്പോൾ വരും എന്ന് പറഞ്ഞു. അങ്ങനെ ടോവി നേരെ വണ്ടി എടുത്ത് ഞാനുള്ള സ്ഥലത്ത് വന്ന്, എന്താ ചേട്ടാ പ്രശ്നം, ചേട്ടൻ എന്താ നമ്മളെ പടത്തിൽ വരാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് എന്നെ വിളിച്ചിട്ടുണ്ടായി, പിന്നെ എന്തോ എനിക്ക് അറിഞ്ഞൂടാ, ചേട്ടന് ഡേറ്റ് ഇല്ല എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് ഡേറ്റില്ല, ഞാൻ വീട്ടിലുണ്ടായി, എനിക്കൊരു പരിപാടി ഉണ്ടായില്ല. എന്നാൽ ചേട്ടൻ അങ്ങനെയാണ് പറഞ്ഞത്. അപ്പം ഞാൻ ഈ ന്യൂസ് പുറത്ത് വന്നപ്പോൾ ARMൻ്റെ ഡയറക്ടർ ജിതിൻ എനിക്ക് മെസ്സേജ് അയച്ചു, ചേട്ടൻ ഒരു റെസ്പോൺസും തരുന്നില്ല, വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. നമ്മൾ ഒരാളെ സഹായിക്കുകയാണല്ലോ ചെയ്തത്, അല്ലാതെ ഞാൻ പിന്നെ അയാൾക്ക് യാതൊരു ഉപദ്രവവും ഞാൻ അയാൾക്ക് ചെയ്തില്ല. അയാളായിട്ട് വളരെ നല്ല രീതിയിലായിരുന്നു അത്രയും സമയം വരെ, ഞാൻ ഇത് അറിയുന്നവരെ.
അത് നമ്മളൊരാളെ ഒരു അന്നം മുടക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. ഒരാളെ എങ്ങനെ ജീവിച്ച് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ പോരെ. അതിൻ്റെ ആവശ്യം എന്താ? അയാൾക്ക് ഞാനൊരു ഉപകാരം ചെയ്തത്, അല്ലാതെ അയാളെ ഞാൻ ഒരു തരത്തിലും ഉപദ്രവിച്ചില്ല. ഒരു സമയത്ത് നമ്മൾ അത്രയും ഒരു തിരക്കുള്ള സമയത്ത് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് വന്നിട്ട് ഹരീഷ് ഡേറ്റ് പരിപാടി ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്ന ആളാണ്. അല്ലാതെ ഞാൻ അയാളുടെ അടുത്ത് എൻ്റെ ഡേറ്റ് നോക്കുക ചോദിച്ചല്ല. അയാൾ അത്രയും പിന്നെ ആ സമയത്ത് അത്രയും പടങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ആൾ, അത്രയും പടങ്ങൾ. ഇപ്പം ഞാൻ ഇത് പിന്നെ ഈ ന്യൂസ് വന്ന സമയത്ത് എല്ലാവരും എൻ്റെ അടുത്ത് ചോദിച്ചു എന്താ ഇയാളെ പേര് പറയുന്നത്, എന്താ ഇയാളെ പേര് ബാദുഷയാണ് ആൾ. ഇനിയിപ്പോൾ ഇത് പറഞ്ഞിട്ട് ഇനിയിപ്പോൾ ചിലപ്പോൾ എനിക്ക് തീരെ സിനിമ ഇല്ലാതാവുമായിരിക്കും. ഓക്കെ കുഴപ്പമില്ല, ഞാൻ പ്രോഗ്രാമൊക്കെ ആയിട്ട് ജീവിച്ച് പോയിക്കോളാം, അതൊന്നും പ്രശ്നമില്ല. പക്ഷേ അങ്ങനെ ചെയ്യാൻ പാടില്ല. എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. കാരണം നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത നമ്മൾ അങ്ങോട്ടൊരു ഇത് ഹെൽപ്പ് ചെയ്തിട്ട് അയാളുടെ അടുത്ത് നിന്ന് ഇങ്ങനൊരു ഇത് വരിക എന്ന് പറഞ്ഞാൽ, ഇത് എനിക്ക് മാത്രമൊന്നുമല്ല, കുറേ ആൾക്കാർക്കുണ്ട്. പല ആൾക്കാരും തുറന്നു പറയില്ല എന്നേ ഉള്ളൂ. ഇത്തരത്തിൽ തുറന്നു പറയുന്ന ആൾക്കാർ വലിയ രീതിയിൽ സമ്മർദ്ദം നേരിടുന്നുണ്ട്. മുന്നേ ഹരീഷ് ചേട്ടൻ തന്നെ AMMയെ കുറിച്ച് പറഞ്ഞതിന് ശേഷം വലിയ രീതിയിലുള്ള ബാക്ക്ലാഷസ് തന്നെ ഉണ്ടായിട്ടുണ്ട്. ഈ സിനിമയിലൊരു പ്രസ്തുത ആളുകളെ കുറിച്ച് നമ്മളൊന്നും മിണ്ടാൻ പാടില്ല എന്നുള്ളൊരു അത്തരം വാദങ്ങൾ പലയിടത്തുനിന്നായിട്ട് കേൾക്കാറുണ്ട്. അത് ശരിക്കും ഉള്ളതാണോ? അത് പഴയ കാലത്തുള്ളതാണ്, ഉള്ളത് തന്നെയാണ്. ഉള്ളത് കൊണ്ടാണല്ലോ ഇപ്പോൾ ഈ പറഞ്ഞ കേസുകളൊക്കെ ഉണ്ടാവുന്നത്. പക്ഷെ ആ ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, കാലം മാറിയത് ഇവർ അറിയുന്നില്ല. അതായത് അങ്ങനെയുള്ള ഒരു 10 കൊല്ലം മുന്നേ ഉള്ള ഈ മൊബൈൽ ഫോൺ എന്ന് പറയുന്ന സാധനം ഒരു മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാക്കിയ അത്ര വലിയ വിപ്ലവമൊന്നും ഒരു കണ്ടുപിടുത്തം ഉണ്ടാക്കിയില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളായ, അത്രയധികം മാറ്റങ്ങൾ. അതിനോടുകൂടി ഇന്നത്തെ തലമുറയിലെ കുട്ടികൾ എന്തുകൊണ്ടാണ് ഇത്ര വ്യത്യസ്തമായ രീതിയിൽ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്നത്? അതിൻ്റെ നമ്മളെ ശാസ്ത്രത്തിൻ്റെ വളർച്ചയാണ്. ആ വളർച്ചയിലെ ഭാഗമാവുന്നത് കൊണ്ട്, അല്ലേ അവരെ നമ്മളിപ്പോഴും ഇങ്ങനെ ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്നില്ല. പറ്റാത്തതിൻ്റെ പ്രശ്നം ഈ ശാസ്ത്രത്തിൻ്റെ വളർച്ച. ആ കാലഘട്ടത്തിൽ ഇരുന്നിട്ട് വേണം നമ്മൾ നമ്മുടെ ചുറ്റുവട്ടത്തെ കാണാൻ. അതിലിരുന്നിട്ട് വേണം നമ്മളെ ബന്ധങ്ങളെ കാണാൻ. നമ്മളെ വീട്ടിനുള്ളിലുള്ള ഭാര്യയും മക്കളെയും ഒക്കെ ഞാൻ കാണേണ്ടത് എൻ്റെ ചുറ്റുവട്ടത്തുള്ള ശാസ്ത്രത്തിൻ്റെ വളർച്ചയെ പരിഗണിച്ചുകൊണ്ടായിരിക്കണം. അല്ലാതെ ഭാര്യ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, മക്കൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, അല്ലെന്നൊന്നും പറഞ്ഞാൽ ആ കാലഘട്ടം കഴിഞ്ഞു. അങ്ങനെയുള്ള കാഴ്ചയെ തുടങ്ങി വീട്ടിനുള്ളിൽ നിന്ന് ആ ഒരു കാഴ്ചപ്പാട് മാറ്റിക്കഴിഞ്ഞാൽ മാത്രമേ പുറം ലോകത്തേക്ക് ഇങ്ങനെ കാണാൻ പറ്റുള്ളൂ. അല്ലാതെ ഇത് സിനിമ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ലോകമാണ്, ഞങ്ങളിവിടെ തീരുമാനിക്കുന്നൊക്കെ പറഞ്ഞ സംഗതി കഴിഞ്ഞു. ഒരു സംഘടനയ്ക്ക് പോലും പറ്റില്ല. ഒരു സംഘടനയ്ക്ക് അങ്ങനെ ഒരാളെ തിരുത്താനൊന്നും പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അപ്പോൾ ഞാൻ അമ്മ സംഘടനയിൽ നിന്ന് രാജിവെച്ച് പോകുന്നതിന് ശേഷവും മോഹൻലാൽ എന്ന വലിയ നടൻ്റെ കൂടെ 2 സിനിമ ചെയ്തു, പ്രധാന വില്ലൻ കഥാപാത്രമായിട്ട്. അത് അദ്ദേഹത്തിന് പറഞ്ഞാൽ പോരെ, ഞാൻ അറിയും കൂടിയില്ല ഏത് ഹരീഷൊന്ന് മാറ്റിയാൽ കിട്ടുമെന്ന്. പറയില്ല, അദ്ദേഹം അത് പറയില്ല. അതാണ് കാഴ്ചപ്പാടെന്ന് പറയുന്നത്. അത്തരം കാഴ്ചപ്പാടുള്ളത് കൊണ്ടാണ് അയാളൊരു സൂപ്പർ താരം മാത്രമല്ല ഒരു സൂപ്പർ മനുഷ്യനും കൂടി ആവുന്നതെന്ന് എടുത്തെടുത്ത് പറയുന്നത്. എന്നെ സുഖമായിട്ട് മാറ്റാമായിരുന്നല്ലോ, മാറ്റിയിട്ടില്ല. അതിപ്പോഴും എന്നോടൊന്നല്ല, എല്ലാവരോടും ആ രീതിയാണ്. അത് നമ്മളിങ്ങനെ കാലഘട്ടത്തെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോഴേ നമുക്ക് ജീവിക്കാനേ പറ്റുള്ളൂ. അതാണ് ഈ പറഞ്ഞ ആളുകൾ മനസ്സിലാക്കേണ്ടത്. അവർക്കൊക്കെ ഇനിയും തിരുത്താനുള്ള സമയമുണ്ട്, ഇഷ്ടം പോലെ തിരുത്താം. ഞാൻ ഇപ്പം ഈ ന്യൂസ് എന്നിട്ട് ഞാനത് പറയണമെന്ന് വിചാരിച്ചാൽ ഞാൻ ടോവിരിയെ സംസാരിച്ച് അത് അവിടെ കഴിഞ്ഞെന്ന് വെച്ചാൽ, പിന്നെ അപ്പം ഞാൻ എന്നെ കഴിഞ്ഞ മനോരമയിൽ നിന്ന് ഇൻ്റർവ്യൂ ചെയ്ത ഒരു പയ്യൻ എന്നോട് പറഞ്ഞു, ഹരീഷേട്ടാ നിങ്ങളെ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിച്ച് വാങ്ങിയതാണ്, നിങ്ങളെ കുറേ കോമഡികൾ ഞാൻ ആസ്വദിച്ചിട്ടുണ്ട്, അങ്ങനെയാണ് എൻ്റെ +1 +2 കാലഘട്ടത്തിൽ നിങ്ങളെ ഒരുപാട് സിനിമകൾ, എന്തുകൊണ്ടാണ് ചേട്ടപ്പം സിനിമയിൽ വരാത്തത്, ചേട്ടൻ മാറി നിൽക്കുകയാണോ, എന്താണ് സംഭവം? അപ്പോഴാണ് കാരണം ഞാനിപ്പോൾ രണ്ടാമത് ഇങ്ങനെ കുറേശ്ശെ വരാൻ തുടങ്ങിയപ്പോൾ എനിക്ക് പല സ്ഥലത്തു നിന്നും ഇങ്ങനെ പറയുന്നത്, നിങ്ങളെപ്പറ്റി അങ്ങനെ പറഞ്ഞു, നിങ്ങളെപ്പറ്റി ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ സമയത്തിന് വരില്ല. ഞാൻ സമയത്തിന് വരില്ല, വൈകുന്നേരം എനിക്ക് പിന്നെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞാൽ എറണാകുളത്ത് നിന്ന് ഞാൻ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കും. അങ്ങനെയൊക്കെ പറയുന്നത്. ഇത് ഈ പോസ്റ്റ് വന്നപ്പോൾ എത്ര അസോസിയേറ്റ്സും അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സും എത്ര ആൾക്കാർ എന്നെ സപ്പോർട്ട് ചെയ്ത് വിളിച്ചു അറിയുക. കാരണം ഇവർക്കൊക്കെ ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്. എന്നിട്ടിപ്പോൾ എനിക്ക് വൈഫിന് പേടി, നിങ്ങൾ എറണാകുളത്ത് ഞാൻ പോകാൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും, അങ്ങനെയാണ് ഇങ്ങനെ, നിങ്ങൾ എന്തിനാത് പറയാൻ നിൽക്കണേ.
എന്തെങ്കിലും ആയിക്കോട്ടെ. ഇത് ഒരു 20 ലക്ഷം എന്ന് പറഞ്ഞാൽ 20 ലക്ഷം ഞാൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ 9:30 വരെ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസയാണ്, വെറുതെ കിട്ടിയ പൈസ അല്ല. തീർച്ചയായിട്ടും പ്രതിസന്ധികളിൽ നിന്ന് മാറി മധുരത്തോടുകൂടെ മധുരക്കണക്കാണ് വരുന്നത്. അതിന്റെ ഒരു സ്വീറ്റ്നെസ് കൂടെ ഉണ്ടല്ലോ. മധുരക്കണക്കിലെ ഒരു പ്രതീക്ഷ, അതിന്റെ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? അല്ല, എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹരീഷേട്ടൻ പറഞ്ഞൊരു വിശ്വാസത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഇനി ആൾക്കാർ തീരുമാനിക്കും ഞാൻ എന്താ ചെയ്തത് നന്നായി ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ. ഓഡിയൻസാണ് തീരുമാനിക്കുന്നത്. ഇപ്പം അപ്പം എഴുതി വിടാലോ സ്പോട്ടില് മനസ്സിലാവും. ഹോട്ടൽ ഹരീഷേട്ടന്റെ ഒരു നിർമ്മാതാവ് എന്നുള്ള രീതിയിൽ മകൻ കൂടെ അഭിനയിക്കുന്ന ഒരു സിനിമയാവുന്നു. എന്തൊക്കെയാണ് പ്രതീക്ഷകൾ മധുരക്കണക്കിൽ ഉള്ള പ്രതീക്ഷ? മധുരക്കണക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കലാപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു സിനിമയാണ്. അത് ജനങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുകയാണ്. അതാണ് ഡിസംബർ 4 എന്ന് പറയുന്നത്. അത് 2 കൈയും നീട്ടി നിങ്ങൾ സ്വീകരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ അഭ്യർത്ഥനയാണ്. കാരണം നിങ്ങൾക്കത് സ്വീകരിക്കപ്പെടാൻ സാധ്യതകൾ അതിൽ നമ്മൾ കാണുന്നുണ്ട്. അതൊരു കുടുംബത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇരുന്ന് പറയുന്ന ഒരു സിനിമയാണ്. വെറും കുടുംബത്തിൻ്റെ സെൻറ്റിമെൻറ്റ്സും കാര്യങ്ങളും മാത്രമല്ല, കുടുംബ പശ്ചാത്തലത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്കൊരു ഫാമിലി ഡ്രാമ ത്രില്ലർ എന്നൊക്കെ പറയാവുന്ന ഒരു രീതിയിലാണ് സിനിമ കൈകാര്യം ചെയ്യപ്പെട്ടത്. കൃത്യമായിട്ട് 2 മണിക്കൂർ ഉള്ളിൽ ഒതുങ്ങുന്ന ഒരു സിനിമയാണ്. അല്ലാതെ വലിച്ചു നീട്ടിയ യാതൊരു സീനുകളോ കാര്യങ്ങളോ സംഭാഷണങ്ങളോ ഒന്നും അതിലില്ല. എല്ലാം കൃത്യമായിട്ട് വേണ്ട കാര്യങ്ങൾ മാത്രം ചെയ്ത 2 പാട്ടുകളുണ്ട്. പ്രകാശ് അതെ നമ്മളെ ഹരിനാരായണൻ ഒരു പാട്ട് പാടി, ഹരിശങ്കർ ഒരു പാട്ട് പാടി, പിന്നെ നമ്മളെ നിത്യാമാമൻ പാടിയിട്ടുണ്ട്. സന്തോഷ് വർമ്മയാണ് അതിൻ്റെ രചന. ജാസി പാടിയ പാട്ട് നിശാന്ത് കൊടമനിയാണ് അതിൻ്റെ രചന. പ്രകാശ് അലക്സാണ് ഇതിൻ്റെ സംഗീതവും ബാക്ക്ഗ്രൗണ്ട് സ്കോറും ചെയ്തത്. അപ്പോൾ അതിൻ്റെ അവസാന ഭാഗങ്ങളിലേക്കൊക്കെ ഞാനിത് ഫൈനൽ കട്ടൊക്കെ കഴിഞ്ഞ് കണ്ടു. പ്രകാശ് വളരെയധികം മനോഹരമായിട്ട് ഇതിൻ്റെ ഓരോ ഘടകങ്ങളും ജീവൻ നൽകിയിട്ടുണ്ടെന്ന് തന്നെ പറയണം. പാട്ട് മാത്രമല്ല, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും എല്ലാം അടക്കം. അപ്പോൾ എല്ലാം കൊണ്ടും ഞങ്ങൾക്ക് എൽദോ ഐസക്കാണ് അതിൻ്റെ ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത്. സംവിധായകൻ ശ്യാം എന്ന് പറയുന്നത് പോലെ വർഷങ്ങളായിട്ട് പ്രൊഡക്ഷൻ കൺട്രോളറായിട്ട് 30 വർഷത്തോളം മലയാള സിനിമയിലുള്ള ആളാണ്. അദ്ദേഹം ആദ്യമായിട്ട് സംവിധായകൻ്റെ കുപ്പായം അണിയുന്ന സിനിമയാണ്. അപ്പം ശ്യാമിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ലൊക്കേഷൻ തിരഞ്ഞെടുക്കുന്നതിൽ മുട്ട് അതിൻ്റെ 2 ഷെഡ്യൂളായിട്ട് പോയിട്ട് പോലും ആ സിനിമയെ ഒരു സ്ഥലത്തും ബാധിക്കാത്ത രീതിയിലൊക്കെ ശ്യാമിൻ്റെ എക്സ്പീരിയൻസ് വളരെയധികം നമുക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. അങ്ങനെ സംവിധായകനായിട്ടും അയാൾ എല്ലാ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ ഓരോ കഥാപാത്രങ്ങളും വന്നു പോകുന്നവരാണെങ്കിൽ പോലും എല്ലാവരും കഥാപാത്രങ്ങളാണ്. സത്യത്തിൽ ഇതിൽ നായകൻ എന്ന് പറയുന്നത് കഥയാണ് നായകൻ. അപ്പം അങ്ങനെയുള്ള ആ കണക്കും മാഷിൻ്റെ ജീവിതം നിങ്ങളെ മുന്നിലേക്ക് 4-ാം തീയതി സമർപ്പിക്കുകയാണ്. നിങ്ങളും ഒന്ന് വന്ന് കണ്ട് ധൈര്യമായിട്ട് ഇതിനെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സന്തോഷമാവും. ഞങ്ങൾക്ക് സന്തോഷം. താങ്ക് യു സോ മച്ച്. സമയത്തിന് നന്ദി. താങ്ക് യു.